നമസ്കാരം. ബെന്യാമിന്റെ വളരെ പ്രശസ്തമായ നോവൽ ആടുജീവിതം. ആടുജീവിതത്തിലൂടെ നജീബിനെ അറിയുന്ന മലയാളികൾ കൂടുതലായിരിക്കും എന്ന് തന്നെ പറയാം. അത്രയേറെ വായിക്കപ്പെട്ട നോവൽ കൂടെയായിരുന്നു. പുസ്തകം വായിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിലും നജീബിന്റെ ജീവിതത്തിൽ നേരിട്ട ആ പ്രതിസന്ധി കാലം എന്നത് അറിഞ്ഞിട്ടുണ്ടാകാം. ആ ജീവിതത്തെ അധികരിച്ച് അതേ പ്രതീക്ഷയുടെ ഒരു തരി കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നജീബ് എന്ന കഥാപാത്രത്തിന്റെ അയാൾക്ക് പോലും കാലത്തെക്കുറിച്ച് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ആടുജീവിതം എന്ന സിനിമയിലേക്ക് ബ്ലസ്സി പ്രേക്ഷകനെയും കൊണ്ടുപോകുന്നത്. കടൽ കടക്കാനുണ്ടായ സാഹചര്യം, ഗർഭിണിയായ അയാളുടെ ഭാര്യ, അമ്മയുമൊക്കെ അടങ്ങുന്ന കുടുംബം. പക്ഷേ ഈ ഒരു സ്ഥലത്ത് എത്തിയ ശേഷം അയാൾക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ വായിച്ചോ കേട്ടോ ഒക്കെയുള്ള ഓർമ്മകളിൽ കഥയുടെ ഗതിയും മനസ്സിൽ ചിലപ്പോൾ വന്നേക്കാം. നജീബ് എന്ന മനുഷ്യനെയും ആ ലോകത്തെയും പലരുടെ മനസ്സിൽ പല രൂപങ്ങൾ പലയിടങ്ങളായി നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം. ആ ഒരു സ്പേസിൽ തന്നെ ആടുജീവിതം എന്ന സിനിമ വരുമ്പോൾ മനസ്സിൽ കണ്ടതിൻ്റെയും അപ്പുറത്ത് ഒരു ഗംഭീര കാഴ്ച പ്രേക്ഷകന് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രകടനമായാലും ടെക്നിക്കൽ സൈഡാണെങ്കിലും ക്ലാസ് എന്ന് തന്നെ പറയാം. ആ ലോകത്തിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകനെയും ഇറക്കിവിടാൻ ബ്ലസ്സി തയ്യാറാകുന്നില്ല. മനസ്സിൽ പതിഞ്ഞ കഥയെ സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ ബ്ലസ്സി എന്ന സംവിധായകന്റെ വിഷൻ കൂടെയാണ് ആടുജീവിതം. തീർച്ചയായും അത് കയ്യടി അർഹിക്കുന്നതുമാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് എടുത്ത എഫേർട്ട് എന്നത് മുന്നേ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് ഗംഭീരമായി തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. അതിലും എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നജീബ് എന്ന കഥാപാത്രം ഒറ്റയ്ക്കാണ് മിക്ക സ്ഥലത്തും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലയിടത്തും സംഭാഷണങ്ങളില്ല എന്ന് തന്നെ പറയാം. തൊഴിൽ തേടി മറ്റൊരു ദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന നജീബ് മുതൽ അങ്ങോട്ട് ആ കഥാപാത്രത്തിലുണ്ടാകുന്ന ശാരീരികമായും മാനസികമായുമുള്ള മാറ്റങ്ങൾ അതിനെ അത്രത്തോളം കൺവിൻസിംഗ് ആയി തന്നെ അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന ട്രാൻസിഷൻ നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ തന്നെ മനസ്സിലാകുന്ന ഒരു സീൻ, ഒരു രക്ഷയുമില്ല. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂരിപക്ഷം ആൾക്കാരും അത് ഫോട്ടോ ആയും വീഡിയോ ആയും എടുക്കുന്നത് കണ്ടിരുന്നു. സിനിമ കാണുന്നതിന് മുന്നേ ചിലപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്കും എത്തിയേക്കാം. അങ്ങനെ ഒരു സാഹചര്യം വന്നാലും ഒഴിവാക്കിയാൽ സിനിമയിൽ ആ ഇമോഷൻസിൻ്റെ ഇൻറ്റൻസിറ്റിക്കൊപ്പം തന്നെ അനുഭവിക്കാം. ഒരു ഘട്ടത്തിൽ നജീബ് ഹക്കീമിനോട് പറയുന്നുണ്ട് ശബ്ദം മാത്രം ബാക്കിയായി എന്നുള്ളത്. ആ ഒരു അവസ്ഥ കാണുന്നവർക്കും അതിൻ്റെ തീവ്രതയോടുകൂടെ തന്നെ മനസ്സിലാവുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. പിന്നെ ശബ്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അയാളുടെ ചിരിയിൽ നോട്ടത്തിലൊക്കെയുള്ള മാറ്റങ്ങളെ അത്രയും മികവോടെ തന്നെ പൃഥ്വിരാജ് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എതിർക്കാൻ ശ്രമിച്ചിടത്തു നിന്നും അനുസരണയുള്ള ആടിനെ പോലെ അയാൾ മാറുന്നതൊക്കെ പൃഥ്വിരാജ് എന്ന നടനെ അടയാളപ്പെടുത്തുന്ന സീനുകൾ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തെ സിനിമകൾ നോക്കിയാൽ അദ്ദേഹത്തിലെ നടനെ ആഘോഷിച്ച സിനിമ കൂടെയാകും ആടുജീവിതം. ഹക്കീം എന്ന കഥാപാത്രമായിരുന്ന KR ഗോകുൽ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലെ കുറേ സീനുകളിൽ കാണുന്നവർക്ക് തന്നെ വല്ലാത്തൊരു ഫീൽ സമ്മാനിക്കുന്നതിൽ പ്രകടനം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു നോവായി അവശേഷിക്കുക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക് കണ്ട സമയത്ത്. ഗാദ്രി എന്ന കഥാപാത്രമായിരുന്ന ജിമ്മി ജീൻ ലൂയിസ്, മരുഭൂമിയിലൊരു അരുവി ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ അവസ്ഥയെ വിവരിക്കുക, സിനിമ കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ഉള്ളിൽ തൊടുന്ന പ്രകടനമായി തന്നെ അത് മനസ്സിൽ നിൽക്കുന്നുമുണ്ട്. അമല പോളാണ് നജീബിൻ്റെ ഭാര്യ കഥാപാത്രമായിരുന്നത്. നന്നായി തന്നെ ആ റോൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ രണ്ടുപേരുടെയും കെമിസ്ട്രി നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വർക്കായിട്ടുമുണ്ട്. അതുപോലെ ഹിന്ദി വാല കഥാപാത്രം, ഇവരുടെ യജമാനായി എത്തുന്ന ആൾ, അങ്ങനെ എല്ലാവരും സിനിമയിൽ വന്ന എല്ലാവരും അവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് തോന്നിയത്. ആടുകളുടെയും ഒട്ടകങ്ങളുടെയും ആക്ഷൻസ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് വരെ മെൻഷൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആ ഒരു സ്പേസിനെ സിനിമ ബിൽഡ് ചെയ്തെടുക്കുന്നത് ടെക്നിക്കലി ഒരു ഗംഭീര വർക്കാണ് ആടുജീവിതം. പുഴയും പച്ചപ്പും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നാട്ടിൽ നിന്നും അകലങ്ങളോളം മണൽ മാത്രമുള്ള ഇടത്തിലെത്തുന്ന നജീബ്, ആ മാറ്റത്തെയൊക്കെ സിനിമ മികച്ച രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ടാങ്കിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നതും അയാളുടെ ഓർമ്മയിലേക്ക് പോകുന്ന സീനൊക്കെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. വിഷ്വൽസ്, സംഗീതം, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എഡിറ്റിംഗ്, ആ ഒരു കൊളാബറേറ്റീവ് വർക്ക് എന്നതിൻ്റെ ഒരു കിഡിലൻ ഔട്ട്പുട്ടാണ് സ്ക്രീനിൽ കാണാനും അനുഭവിക്കാനും സാധിക്കുന്നത്. പാട്ടുകൾ നല്ല രസമായിരുന്നു. ഓരോ സാഹചര്യങ്ങളുടെ ഇൻറ്റൻസിറ്റി എന്നത്, അതിൻ്റെ ഫീൽ എന്നത് നമുക്ക് ലഭിക്കുന്നതിൽ പശ്ചാത്തല സംഗീതം പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വന്നതിൽ AR റഹ്മാൻ്റെ കിഡിലൻ വർക്ക് എന്ന് തന്നെ പറയാം. നോവൽ വായിച്ച ഒരാളുടെ മുന്നിലേക്ക് വിഷ്വൽസ് കൊണ്ടുവരുമ്പോഴും അതിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ചു എന്നിടത്താണ് ഛായാഗ്രാഹകൻ സുനിൽ KS കയ്യടി നേടുന്നത്. രണ്ടാം പകുതിയിൽ ആ ലോകം നമുക്ക് മുന്നിൽ എത്തിക്കുന്നതും അത്രയും മികച്ച രീതിയിൽ തന്നെയാണ്. അത് കാണേണ്ടുന്ന കാഴ്ച തന്നെയാണ്. ശ്രീകർ പ്രസാദിൻ്റെ എഡിറ്റിംഗ്, സിനിമയുടെ ഒഴുക്ക്, അതിലൂടെ കൊണ്ടുവരുന്ന ഇമോഷൻസ്, ആ കഥാപാത്രത്തിൻ്റെ വിവിധ കാലങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ശബ്ദ സംവിധാനമുള്ള തിയേറ്ററിൽ തന്നെ സിനിമ കാണുക. അപ്പോഴാണ് ശബ്ദത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുക. കംപ്ലീറ്റ് ആ സ്പേസിൽ തന്നെ നമ്മളുമുള്ള ഒരു സാഹചര്യം തന്നെ അനുഭവിക്കാൻ പറ്റും. റസൂൽ പൂക്കുട്ടി എന്ന പേരും തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ടതാണ്. ആർട്ട് വർക്ക് കിടലായിരുന്നു. VFX നോക്കിയാലും ഞെട്ടിക്കുന്ന സീനുകൾ തന്നെയുണ്ട്. ഏതാണ് എന്ന് ഞാൻ പറഞ്ഞ് സ്പോയിലറാക്കുന്നില്ല. റിയാലിറ്റി ആയി തന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത, ടെൻഷനൊക്കെ ഉണ്ടല്ലോ, എനിക്ക് മിക്ക സ്ഥലങ്ങളിലും അത് ഫീൽ ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം. സ്പോയിലർ ആവാതെ അങ്ങനൊരു സീൻ പറയുകയാണെങ്കിൽ, രണ്ട് ആടുകൾ തമ്മിൽ അടികൂടുന്നതും അതിൻ്റെ ഇടയിലേക്ക് നജീബ് വരുന്നതായിട്ടുള്ളൊരു സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയൊരു സീനായിരുന്നു അത്.
നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. ആടുജീവിതം എന്ന പുസ്തകം വായിച്ചവർക്ക് ഈ പറഞ്ഞതങ്ങനെ മറക്കാൻ സാധിക്കുന്നുമല്ലല്ലോ. വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ ആടുജീവിതം വായിച്ചിട്ടുള്ളതും സിനിമ കാണുന്നതിന് മുന്നേ വായിക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു, വായിച്ചതുമില്ല. കാരണം എൻ്റെ ഓർമ്മയിൽ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന നജീബിൻ്റെ ജീവിതത്തെ, അയാളുടെ പ്രതീക്ഷയുടെ യാത്രയെ സിനിമയിൽ സ്ക്രീനിൽ പുതുക്കി പണിയാമെന്നാണ് കരുതിയത്. നോവലിൽ പരാമർശിച്ച ചില കാര്യങ്ങൾ സിനിമയിലെത്തുമ്പോൾ പ്രതിപാദിക്കാതെ പോയിട്ടുണ്ട്. അതിൽ പ്രധാന വിഷയമായി വരുന്നത് സിനിമയുടെ സമയം തന്നെയാകാം. ഏകദേശം 3 മണിക്കൂറിനടുത്ത് ദൈർഘ്യം ഇപ്പോൾ തന്നെ സിനിമയ്ക്കുണ്ട്. അത് ആ കഥാപാത്രത്തിൻ്റെ യാത്രയെ ഇൻറ്റൻസ് ആയി തന്നെ പരിഗണിക്കുന്നുമുണ്ട്. ഇവിടെ 2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കണമെന്നുണ്ട്. ഒന്ന്, നജീബ് എന്ന കഥാപാത്രത്തോടുള്ള ഇമോഷണൽ കണക്റ്റ് എന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ച രീതിയിൽ സിനിമയിൽ കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നി. 2, ആ സ്പേസ്, അവിടെ നജീബ് എന്ന കഥാപാത്രത്തിൻ്റെ സ്ട്രഗിൾ എന്നത് ഗംഭീരമായി തന്നെ സിനിമ സമ്മാനിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ വായിച്ച സ്കാറ്റേർഡായ കുറച്ച് വിഷ്വലുകൾ വായനയിൽ നിന്നും ഉണ്ടായതിനെ എല്ലാ രീതിയിലും പുതുക്കിയെടുത്തിട്ടുണ്ട് ബ്ലസ്സി എന്ന സംവിധായകൻ. പലപ്പോഴും അത് കാഴ്ചക്കാരനെ ഡിസ്റ്റർബ് ആക്കുന്നതുമുണ്ട്. ആ മൊമെൻറ്റ്സ് എന്നത് അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നും പോകുന്നതുമല്ല. ആടുജീവിതം ഒരു ഗംഭീര കാഴ്ചയാണ്. നമുക്കിതറിയാമല്ലോ എന്ന ഭൂരിപക്ഷമുള്ള സ്പേസിലേക്ക് ഇങ്ങനെ ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ ആ അറിയുന്നവരുടെ മനസ്സിലും കാഴ്ചകൾ കൊണ്ട് ഞെട്ടിക്കണമെന്ന സംവിധായകൻ കരുതിയിട്ടുണ്ടാകാം. പ്രകടനം കൊണ്ട് ഞെട്ടിക്കണമെന്ന് പൃഥ്വിരാജും കരുതിയിട്ടുണ്ടാകാം. അങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും അതിൻ്റെ റിസൾട്ട് കാണാൻ തന്നെയുണ്ട്. ബ്ലസ്സി നമുക്ക് മുന്നിൽ തുറന്നിട്ട ആ ലോകത്ത് നിന്നും അത്ര പെട്ടെന്നൊന്നും ഇറങ്ങാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. 2ാം പകുതി അങ്ങനെ ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നതും. തിയേറ്റർ കാഴ്ചകളിൽ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.